വാഹനം നമ്മൾ ഈ പറഞ്ഞ കുട്ടിയുമായി പോയ ആംബുലൻസ് ഇന്നലെ ആ ബ്ലോക്കിൽ കുടുങ്ങിയ ആ, എത്രത്തോളം രൂക്ഷമാണ് അവിടുത്തെ ഗതാഗത കുരുക്ക് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽ പെടുന്നു. 8 മണിക്കൂറിലധികം കാത്തു കിടക്കുന്നു ആ റോഡിൽ എന്ന് ആളുകൾ പറയുന്നുണ്ട്. ഗതാഗതക്കുരുക്കിന്റെ എത്രത്തോളം രൂക്ഷമാണ്, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് അരുൺ ഇപ്പോൾ ഈ പുറത്തു വരുന്നത്. മാത്രമല്ല, ആളുകൾക്ക് ഇറങ്ങി നടന്നു പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ വാഹനങ്ങൾ അങ്ങനെ അടുക്കി അടുക്കി ആ റോഡിൽ നിറഞ്ഞു കിടക്കുകയും ചെയ്യുന്നു. ആ, അരുൺ, ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസികൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, അവിടെ തിരക്ക് കയറുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയുടെ ദാരുണാന്ത്യത്തിന് വഴിവെച്ചതും അതുപോലൊരു തിരക്കാണ്. പക്ഷേ അവിടെ ക്രമീകരണങ്ങൾ എങ്ങനെ? ഏതെങ്കിലും ഒരു വഴി കൂടി ആളുകളെ കടത്തിവിടുകയും മറ്റൊരു വഴി കൂടി വാഹനങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ആ ക്രമീകരണങ്ങൾ ഇത്രയേറെ തിരക്ക് കൂടിയിട്ടും അതിനനുസരിച്ച് ഒരു നിയന്ത്രണമോ നിർദ്ദേശമോ പുതിയ ക്രമീകരണങ്ങളോ ഒന്നും ഏർപ്പെടുത്തുന്നുമില്ലേ? അതായത് ഈ ക്ഷേത്രോത്സവത്തിന്, അതായത് കൊട്ടിയൂർ ഉത്സവം നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ഭക്തജനങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തുന്ന, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഉത്സവമാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ ടൂറിസ്റ്റ് ബസ്, വലിയ വാഹനങ്ങളാണ് കൂടുതൽ അങ്ങോട്ട് വരാറ്. അപ്പോൾ ഈ ഉത്സവത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തൊട്ട് തന്നെ ഇത്തരം ഒരു ആക്ഷേപം, അതായത് ഈ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന വിമർശനവും ആക്ഷേപവും ഉണ്ടായിരുന്നു. അതായത് കൃത്യമായ പാർക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടാകുമില്ല. അതിന് വേണ്ട സൗകര്യങ്ങൾ ഈ ക്ഷേത്രത്തിന് സമീപത്ത് എവിടെയും ഒരുക്കാൻ തയ്യാറായില്ല. അതായത് ഇന്ന് രാവിലെ മുതലൊക്കെ നമ്മൾ പല ഭക്തജനങ്ങളും, അതായത് അവിടെ വരുന്ന വിശ്വാസികൾ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് രാവിലെ അവിടെ വന്നതാണ്, പക്ഷെ തിരിച്ചു പോകാൻ, വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിക്ക് തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുകയാണ്. രാവിലെ എത്തേണ്ടവർ പിന്നീട് ഉച്ചയ്ക്ക് ശേഷവും മണിക്കൂറുകൾ വൈകിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് യാത്ര, നമുക്കറിയാം, രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാത കൂടിയാണ്, കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാത കൂടിയാണ്. മറ്റ് വാഹനങ്ങളൊക്കെ അവിടെ അതിലൂടെ കടന്നു പോകുന്നതാണ്. മറ്റാവശ്യങ്ങൾക്ക്, ഉത്സവത്തിന് അല്ലാതെ തന്നെ മറ്റാവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളും കടന്നു പോകുന്നതാണ്. അങ്ങനെയുള്ളവരും വലിയ തോതിൽ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പ്രതിഷേധം പോലും, അതായത് യാത്രക്കാരുടെയും അവിടുത്തെ നാട്ടുകാരുടെയും പ്രതിഷേധം പോലും അവിടെ ഉണ്ടായിട്ടുണ്ട്. അവർ അല്പസമയം ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ആ പ്രതിഷേധം, സ്ത്രീകൾ ഉൾപ്പെടെ റോഡിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് അവിടെ ക്ഷേത്രത്തിലെത്തി അവർക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം.